എല്ലാവർക്കും നമസ്കാരം. എൻട്രി ആപ്പ് അവതരിപ്പിക്കുന്ന സെറ്റ് വെബിനാർ സീരീസിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ ഡോക്ടർ ഹേമ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് സെൽ ബയോളജി എന്ന ടോപ്പിക്കിനകത്തുള്ള ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. ഇതിനു മുൻപ് പല എക്സാമുകളിലും ചോദിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതുമായ ചില ഏരിയാസിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു മണിക്കൂർ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെൽ മെംബ്രെയിൻ ഇസ് കമ്പോസ്ഡ് ഓഫ് ഡാഷ്. നമുക്കറിയാം ഓരോ സെല്ലിന്റെ ചുറ്റിനും പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട് അല്ലേ? ഈ പ്ലാസ്മ മെംബ്രെയിൻ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? അതാണ് ക്വസ്റ്റ്യൻ. പ്രോട്ടീൻസ് ആൻഡ് സെല്ലുലോസ്, പ്രോട്ടീൻസ് ആൻഡ് ഫോസ്ഫോലിപ്പിഡ്സ്, പ്രോട്ടീൻസ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫോസ്ഫോലിപ്പിഡ്സ് ആൻഡ് സം കാർബോഹൈഡ്രേറ്റ്സ്. നമുക്കറിയാം ഒരു സെൽ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ നടുവിൽ ഒരു ബൈലിപ്പിഡ് ലെയർ ഉണ്ട്. ബൈലിപ്പിഡ് ലെയർ എന്ന് പറഞ്ഞാൽ അത് ഫോസ്ഫോലിപ്പിഡിൻ്റെ ലെയറാണ്. അതുകൂടാതെ ഇതിനകത്ത് പ്രോട്ടീൻ മോളിക്യൂൾസ് ഉണ്ട്. പ്രോട്ടീൻ മോളിക്യൂൾസ് എംബെഡ് ചെയ്തതായിട്ട് കാണാം. ഇനി അതിൻ്റെ ചില ഔട്ടർ സർഫസിൽ കൊളസ്ട്രോളും അതുപോലെ പല കാർബോഹൈഡ്രേറ്റ് യൂണിറ്റ്സും ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. പ്രോട്ടീൻസ്, ഫോസ്ഫോലിപ്പിഡ്സ് ആൻഡ് സം carbohydrates. Question number 2. Carbohydrates present in the plasmalemma. Carbohydrates are present in the plasmalemma in the form of dash. പ്ലാസ്മലെമ എന്ന് പറഞ്ഞാൽ പ്ലാസ്മ മെംബ്രെയിൻ്റെ മറ്റൊരു പേരാണ് പ്ലാസ്മലെമ. അപ്പോൾ പ്ലാസ്മലെമയിലെ കാർബോഹൈഡ്രേറ്റ് ഏത് രൂപത്തിലാണ് കാണുന്നത്? ഹെമിസെല്ലുലോസ്, സെല്ലുലോസ്, സ്റ്റാർച്ച്, ഗ്ലൈക്കോപ്രോട്ടീൻ. എന്താണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ? ഗ്ലൈക്കോപ്രോട്ടീൻ ആണ്. കാരണം കാർബോഹൈഡ്രേറ്റ് കാണുന്നത് പ്രോട്ടീനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത രൂപത്തിലാണ്. പ്രോട്ടീൻ പ്ലസ് കാർബോഹൈഡ്രേറ്റിനെ നമ്മൾ ഗ്ലൈക്കോപ്രോട്ടീൻ എന്നാണ് വിളിക്കുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 3. According to fluid mosaic model proposed by Singer and Nicolson, plasma membrane is composed of dash. 3 മോഡൽസ് ആണ് പ്ലാസ്മ മെംബ്രെയിൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഒന്ന് സാൻഡ്വിച്ച് മെത്തേഡാണ്. രണ്ടാമത്തത് യൂണിറ്റ് മെംബ്രെയിൻ മോഡൽ ബൈ റോബർട്ട്സൺ. മൂന്നാമത്തെ മെത്തേഡിന്റെ പേരാണ് അല്ലെങ്കിൽ മോഡലിന്റെ പേരാണ് ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ആൻഡ് ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ സിംഗർ ആൻഡ് നിക്കോൾസൺ. ഇതാണ് ഏറ്റവും ആക്സെപ്റ്റഡ്, ഏറ്റവും പോപ്പുലർ ആയിട്ടും ഏറ്റവും റീസെന്റ് ഇപ്പോഴും എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്ന മോഡൽ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് മൊസൈക് മോഡലാണ്. ഫ്ലൂയിഡ് മൊസൈക് മോഡലിന്റെ അടിസ്ഥാനത്തിൽ പ്ലാസ്മ മെംബ്രെയിനകത്ത് എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്? ഫ്ലൂയിഡ് മൊസൈക് മോഡൽ പറയുന്നത് പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ക്വാസി ഫ്ലൂയിഡ് സ്ട്രക്ചർ ആണെന്ന് പറയുന്നു. അതായത് അത് കംപ്ലീറ്റ്ലി ഫ്ലൂയിഡുമല്ല, കംപ്ലീറ്റ്ലി റിജിഡുമല്ല. ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളതും ഒരു ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ആണ്. സെൻട്രലിൽ ഒരു ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ഉണ്ട്. ഈ ഫോസ്ഫോലിപ്പിഡ് ബൈലെയറിൽ പല ഭാഗത്തായിട്ട് പ്രോട്ടീൻ മോളിക്യൂൾസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ പ്രോട്ടീൻ മോളിക്യൂൾസ് 2 തരത്തിലുള്ളത് കാണാം. ഒന്ന് എന്ന് പറയുന്നത് പ്ലാസ്മ മെംബ്രെയിൻ്റെ ഫോസ്ഫോലിപ്പിഡ് ലെയറിന്റെ ത്രൂ ഔട്ട് പെനട്രേറ്റ് ചെയ്തിരിക്കുന്ന രീതിയിലും, അങ്ങനെയുള്ളവയെ ഇൻട്രിൻസിക് പ്രോട്ടീൻ എന്നും, ഇത് കൂടാതെ ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രൂപത്തിൽ എക്സ്ട്രിൻസിക് പ്രോട്ടീൻ എന്ന രൂപത്തിലും കാണാം. അല്ലെങ്കിൽ പെരിഫറൽ പ്രോട്ടീൻസ്, ദേ ആർ അറ്റാച്ച്ഡ് ഓൺ ടു ദ പെരിഫറി ഓഫ് ദ ഫോസ്ഫോലിപ്പിഡ് ലെയർ. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. ഫോസ്ഫോലിപ്പിഡ്, എക്സ്ട്രിൻസിക് പ്രോട്ടീൻ ആൻഡ് ഇൻട്രിൻസിക് പ്രോട്ടീൻ. അപ്പോൾ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ പ്രപ്പോസ് ചെയ്തത് സിംഗർ ആൻഡ് നിക്കോൾസൺ ആണ്. അതിൽ പറയുന്നത് എന്താണ്? പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ ക്വാസി ഫ്ലൂയിഡ് സ്ട്രക്ചർ ആണ്. ക്വാസി എന്ന വാക്കിന്റെ അർത്ഥം ഇൻകംപ്ലീറ്റ് എന്നാണ്. അതായത് ഇത് കംപ്ലീറ്റ്ലി ഫ്ലൂയിഡും അല്ല, കംപ്ലീറ്റ്ലി റിജിഡും അല്ല, അങ്ങനെ ഒരു സെമി സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. ഇനി മൊസൈക്ക് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഡിഫറെന്റ് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. പല ഭാഗങ്ങളിലും പല കോൺസെൻട്രേഷൻ ആണ് കാണിക്കുന്നത്. അതായത് ത്രൂ ഔട്ട് പ്രോട്ടീനും പ്ലാസ്മ മെംബ്രെയിനിലെ പ്രോട്ടീൻസ് ഇല്ല. ചില ഭാഗങ്ങളിലാണ് പ്രോട്ടീൻസ് ഉള്ളത്. അത് പ്രോട്ടീൻസ് ഉള്ളതിനെ തന്നെ നമുക്ക് 2 ആയിട്ട് തിരിക്കാം. ഇൻട്രിൻസിക് പ്രോട്ടീൻ എന്നും എക്സ്ട്രിൻസിക് പ്രോട്ടീൻ എന്നും തിരിക്കാം. ഇൻട്രിൻസിക് പ്രോട്ടീൻ ത്രൂ ഔട്ട് ദ മെംബ്രെയിൻ പെനട്രേറ്റ് ചെയ്ത് നിൽക്കുന്നവയാണ് ഇൻട്രിൻസിക് പ്രോട്ടീൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്റഗ്രൽ പ്രോട്ടീൻസ് എന്ന് വിളിക്കാം. മറ്റൊന്ന് ദേ ആർ എംബെഡഡ് ഓൺ ദ സർഫസ്, അതിനെയാണ് എക്സ്ട്രിൻസിക് പ്രോട്ടീൻസ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ പെരിഫറൽ പ്രോട്ടീൻസ് എന്ന വാക്കും ഉപയോഗിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. Carbohydrates which are present in the cell membrane take place in dash.
Carbohydrates present in the cell membrane take place in dash. സെൽ മെംബ്രെയിനിന്റെ പുറത്ത് കുറച്ച് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഫോസ്ഫോലിപ്പിഡ്സും പ്രോട്ടീൻസും കൂടാതെ കുറച്ച് ഗ്ലൈക്കോപ്രോട്ടീൻ രൂപത്തിൽ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. എന്താണ് ഇവയുടെ ഫംഗ്ഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസ്, സെൽ റെക്കഗ്നിഷൻ, attachment to microfilament, attachment to microtubules. Carbohydrates which are present in the cell membrane take part in cell recognition, especially RBC-യുടെ ഒക്കെ മുകളിൽ ഇതുപോലെ സെല്ലിന്റെ സർഫസിൽ കുറച്ച് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. RBCസും അതുപോലെ ബ്ലഡ് സെൽസിനെയൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് അല്ലെങ്കിൽ സെൽ റെക്കഗ്നീഷന് സഹായിക്കുന്നത് ഈ പ്ലാസ്മ മെംബ്രെയിനിന്റെ മുകളിലുള്ള carbohydrate molecules ആണ്. So carbohydrates which are present in the cell membrane take part in cell recognition. അടുത്ത question. Plasma membrane is fluid structure due to the presence of dash. Plasma membrane has a fluid structure due to the presence of dash. എന്തുകൊണ്ടാണ് ഇതിനൊരു ഫ്ലൂയിഡ് നേച്ചർ വന്നിരിക്കുന്നത്? ക്വാസി ഫ്ലൂയിഡ് ആണെന്ന് പറഞ്ഞു അല്ലെ. ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ബൈ സിംഗർ ആൻഡ് നിക്കോൾസൺ സേസ് ഇറ്റ് ഹാസ് എ ക്വാസി ഫ്ലൂയിഡ് സ്ട്രക്ചർ. ആൻഡ് വിച്ച് ഫാക്ടർ കോൺട്രിബ്യൂട്ട്സ് ടു ദാറ്റ് ഫ്ലൂയിഡ് സ്ട്രക്ചർ? ഓപ്ഷൻസ്: കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, ഗ്ലൈക്കോപ്രോട്ടീൻ ആൻഡ് പോളിസാക്കറൈഡ്. ഇതിലെ പ്ലാസ്മ മെംബ്രെയിന്റെ ഫ്ലൂയിഡ് സ്ട്രക്ചർ ഇസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ലിപ്പിഡ്. ഫ്ലൂയിഡ് സ്ട്രക്ചർ ഇസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ലിപ്പിഡ്. Question number 6. Chemical substance abundantly present in middle lamellae is. മിഡിൽ ലാമെല്ല എന്ന് പറയുന്നത് സെല്ലിൽ കാണുന്ന ഒരു അഡ്ഹറിങ് സബ്സ്റ്റൻസ് ആണ്, ഒരു സിമെന്റിങ് സബ്സ്റ്റൻസ് പോലെയാണ്. അപ്പോൾ ഈ മിഡിൽ ലാമെല്ലയിൽ കാണുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. മിഡിൽ ലാമെല്ലയിൽ കാണുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്, ഓപ്ഷൻസ് വായിക്കാം: ക്യൂട്ടിൻ, കൈറ്റിൻ, ലിഗനിൻ ആൻഡ് പെക്റ്റിൻ. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പെക്റ്റിൻ ആണ്. The chemical substance present in middle lamellae is pectin. அடுத்தது question number 7. Which of the following boundary is capable of growth which gradually diminishes as the cell matures? ഒരു സെല്ലിന് സെൽ വാൾ ഉണ്ട്. പ്ലാന്റ് സെല്ലിന്റെ ഒക്കെ കേസിലാണ് സെൽ വാൾ ഉള്ളത് അല്ലെ. പ്ലാസ്മ മെംബ്രെയിൻ കൂടാതെ ഒരു സെൽ വാൾ ഉണ്ട്. സെൽ വാൾ തന്നെ പ്രൈമറി സെൽ വാൾ, സെക്കൻഡറി സെൽ വാൾ ഒക്കെ ഉണ്ട്. ഇതിൽ ഏത് സെൽ വാൾ ആണ് ഒരു സെല്ല് മെച്യൂർ ചെയ്യുന്ന സമയത്ത് പതിയെ ഡിമിനിഷ് ചെയ്ത് പോകുന്നത്? അത് primary cell wall ആണ്. So primary cell wall gradually diminishes as the cell matures. അടുത്തത് question number 8. The fluid nature of the membrane indicates function of dash. പ്ലാസ്മ മെംബ്രെയിൻ്റെ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന ഹെഡിങ്ങിനടിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഉൾപ്പെടുന്നത്. പ്ലാസ്മ മെംബ്രെയിൻ്റെ ഫ്ലൂയിഡ് നേച്ചർ കൊണ്ട് പ്ലാസ്മ മെംബ്രെയിൻ കിട്ടിയിരിക്കുന്ന പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Plasma membrane is involved in cell growth, it is involved in cell division, and it also, one of the function is endocytosis. In the endocytosis എന്ന് പറഞ്ഞാൽ taking up materials into the cytoplasm of the cell is called as endocytosis. സെല്ലിന്റെ ഉള്ളിലേക്ക് ഒരു മെറ്റീരിയലിനെ എടുക്കുന്നതിനെയാണ് എൻഡോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ഇവിടെ പ്ലാസ്മ മെംബ്രെയിന്റെ ഫ്ലൂയിഡ് നേച്ചർ കൊണ്ട് പ്ലാസ്മ മെംബ്രെയിന് കിട്ടിയിരിക്കുന്ന ഫങ്ഷൻസ് ഇതിൽ ഏതാണ്? Cell growth, cell division, endocytosis, all the above. And the correct answer is option 4, all the above. Another question number 9. Plasma membrane is dash. ഇതും പ്ലാസ്മ മെംബ്രെയിന്റെ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്ലാസ്മ മെംബ്രെയിൻ ഇസ് സെലക്റ്റീവ്ലി പെർമിയബിൾ, ഇറ്റ് ഇസ് പെർമിയബിൾ, ഇറ്റ് ഇസ് ഇംപെർമിയബിൾ, ഇറ്റ് ഇസ് സെമി പെർമിയബിൾ. ഇതിന്റെ ആൻസർ എന്താണ്? എല്ലാ വാക്കുകളും ഒരേപോലെ ഉണ്ടല്ലേ, കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരേ ഒന്നാണെന്ന് തോന്നിക്കുന്ന എന്നാൽ അടിസ്ഥാനപരമായി ധാരാളം വ്യത്യാസങ്ങളുള്ള ഓപ്ഷൻസ് ആണ് ഈ തന്നിരിക്കുന്നത്. പ്ലാസ്മ മെംബ്രെയിൻ ഇസ് സെലക്റ്റീവ്ലി പെർമിയബിൾ. പ്ലാസ്മ മെംബ്രെയിൻ ഇസ് സെലക്റ്റീവ്ലി പെർമിയബിൾ. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? That is, it allows the transport of materials into and out of the cell based upon the need of the cell. ആ സെല്ലിന്റെ അതാത് സമയത്തുള്ള ആവശ്യത്തിനനുസരിച്ചിട്ടാണ് മോളിക്യൂൾസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതായത് ചില സമയത്ത് പെർമിയബിൾ ആകും, ചില സമയത്ത് ആ സെയിം മെറ്റീരിയലിനോട് ഇംപെർമിയബിൾ ആകും, എഗെയിൻ ആ സെയിം മെറ്റീരിയലിനോട് പെർമിയബിൾ ആകും. അപ്പോൾ such a nature is called as selectively permeable.
ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയാം, സോഡിയം പൊട്ടാസ്യം പമ്പ്. നമ്മൾ നെർവ് ഇമ്പൾസ് ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേഷൻ ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചില സമയത്ത് സോഡിയം പമ്പ് ക്ലോസ്ഡ് ആയിരിക്കും, ചില സമയത്ത് സോഡിയം പമ്പ് ഓപ്പൺ ആകും അല്ലെ. അപ്പോൾ ഒരേ മെംബ്രെയിനിൽ തന്നെ എല്ലാത്തരം അയോൺസിനെയും ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്, ബട്ട് ഇറ്റ് ഈസ് ഹൈലി സെലക്റ്റീവ്. Question number 10. Singer's model of plasma membrane differs from Robertson's model in the dash. സിംഗേഴ്സ് മോഡൽ എന്ന് പറയുമ്പോൾ സിംഗർ ആൻഡ് നിക്കോൾസന്റെ പ്ലാസ്മ മെംബ്രെയിന്റെ മോഡലിന്റെ പേര് ഫ്ലൂയിഡ് മൊസൈക് മോഡൽ എന്നാണ്. റോബർട്ട്സണിന്റെ മോഡലിന്റെ പേര് യൂണിറ്റ് മെംബ്രെയിൻ മോഡൽ എന്നാണ്. ഈ രണ്ട് മോഡൽസും തമ്മിലുള്ള വ്യത്യാസം എവിടെയാണെന്നാണ് നോക്കേണ്ടത്. നമ്പർ ഓഫ് ലിപ്പിഡ് ലെയർ, രണ്ട് മോഡലിലും പറയുന്നത് ബൈ ലിപ്പിഡ് ലെയർ എന്നാണ്. അപ്പോൾ ഓപ്ഷൻ 1 ശരിയല്ല. അടുത്തത് അറേഞ്ച്മെന്റ് ഓഫ് പ്രോട്ടീൻസ്. റോബർട്ട്സൺ മോഡലിൽ പറയുന്നത് നടുവില് ബൈലിപ്പിഡ് ലെയറും അതിന്റെ അപ്പർ സർഫസിലും ലോവർ സർഫസിലും പ്രോട്ടീൻ ഉണ്ട് എന്നാണ് റോബർട്ട്സൺ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സിംഗറിന്റെ ഫ്ലൂയിഡ് മൊസൈക് മോഡലിൽ പറയുന്നത് മെയിൻ ആയിട്ട് ഒരു പ്ലാസ്മ ലിപ്പിഡിന്റെ ബൈലെയർ ഉണ്ട്, അതിൽ 2 ടൈപ്പ് പ്രോട്ടീൻസ് ഉണ്ട്. ത്രൂ ഔട്ട് പെനിട്രേറ്റ് ചെയ്യുന്ന ഇൻട്രിൻസിക് പ്രോട്ടീൻസും ജസ്റ്റ് പെരിഫറിയിൽ മാത്രം കാണുന്ന എക്സ്ട്രിൻസിക് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അറേഞ്ച്മെന്റ് ഓഫ് പ്രോട്ടീൻസ് രണ്ട് മോഡലിലും ഡിഫറെന്റ് ആണ്. അടുത്തത് അറേഞ്ച്മെന്റ് ഓഫ് ലിപ്പിഡ് ലെയർ. അറേഞ്ച്മെന്റ് ഓഫ് ലിപ്പിഡ് ലെയർ രണ്ട് മോഡലും സെയിം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ബൈലിപ്പിഡ് ലെയർ ഉണ്ടെന്ന് പറഞ്ഞു, അതിൽ 2 ലിപ്പിഡ് ലെയറിന്റെയും tail region, hydrophobic ആയിട്ടുള്ള tail region will be facing towards and the hydrophilic head region will be facing outwards. അപ്പോൾ അത് കറക്റ്റ് ആണ്, രണ്ടുപേരും ഒരേപോലെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഓപ്ഷൻ 4 നോക്കാം. ആബ്സെൻസ് ഓഫ് പ്രോട്ടീൻ ലെയേഴ്സ് രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട് അല്ലെ, അതും സെയിം തന്നെയാണ് രണ്ടുപേരുടെ ഒപ്പീനിയൻ. അപ്പൊ ഇവിടെ ഡിഫറൻസ് വരുന്നത് അറേഞ്ച്മെന്റ് ഓഫ് പ്രോട്ടീൻസിൽ മാത്രമാണ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 2, അറേഞ്ച്മെന്റ് ഓഫ് പ്രോട്ടീൻസ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 11. ഇൻജെക്ഷൻ ഓഫ് സോളിഡ് ഫുഡ് ബൈ പ്ലാസ്മ മെംബ്രെയിൻ ഇസ് കോൾഡ് ഡാഷ്. ഇത് പ്ലാസ്മ മെംബ്രെയിന്റെ ഫംഗ്ഷൻ എന്ന ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്ലാസ്മ മെംബ്രെയിന്റെ നിരവധി ഫംഗ്ഷൻസ് ആണ് ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്നതെല്ലാം. Endosmosis. Endosmosis means it is a movement of water into the cytoplasm. That is called as endosmosis. Penocytosis. Penocytosis എന്ന് പറഞ്ഞാൽ അവിടെ liquid substance is taken into the cytoplasm. Next is cytokinesis. Cytokinesis എന്ന് പറഞ്ഞാൽ സെൽ ഡിവിഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഫോർത്ത് ഓപ്ഷൻ ഫാഗോസൈറ്റോസിസ്. ഫാഗോ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് സോളിഡ് ഫുഡ് സബ്സ്റ്റൻസസിന്റെ ഇൻജക്ഷനെയാണ് ഫാഗോസൈറ്റോസിസ് എന്ന് വിളിക്കുന്നത്. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 4, ഫാഗോസൈറ്റോസിസ്. Question number 12. Ingestion of large molecules by animal cell is called as dash. ഒരു ആനിമൽ സെല്ലിന്റെ ഉള്ളിലേക്ക് ലാർജ് സബ്സ്റ്റൻസസിനെ മോളിക്യൂൾസിനെ ഇൻജസ്റ്റ് ചെയ്യുന്നു, ടേക്കിൻ ചെയ്യുന്നതിനെ പറയുന്ന പേരെന്താണ്? ഇസ് ഇറ്റ് ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, എക്സോസൈറ്റോസിസ് ഓർ എൻഡോസൈറ്റോസിസ്? ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ അത് ആക്റ്റീവോ പാസീവ് ഡിഫ്യൂഷനോ വാട്ട് എവർ, അത് ലാർജ് മോളിക്യൂൾസ് മാത്രമല്ല വരുന്നത്. ഓക്കെ, അവിടെ അയോൺസ് ഒക്കെ ഉൾപ്പെടാം. ഓസ്മോസിസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് സംതിങ് റിലേറ്റഡ് ടു ദ മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ്. Next is exocytosis. Exocytosis means it is a removal of water, removal of materials out of the cell. Materials are transported out of the cell ആണ് exo. Exo means outside. അടുത്തത് endoscytosis. Endo എന്ന് പറയുമ്പോൾ inside ആണ്. The ingestion of large molecules into the cytoplasm is called as endocytosis. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്, എൻഡോസൈറ്റോസിസ്. അടുത്തത് ഇൻ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ, upper layer is non-polar and hydrophilic, polar layer is hydrophobic, phospholipids form a bimolecular layer in the middle, proteins form a middle layer. ഇതില് ഓപ്ഷൻ 4 പക്ക തെറ്റാണെന്ന് നമുക്കറിയാം. പ്രോട്ടീൻസ് അല്ല മിഡിൽ ലെയറിൽ വന്നിരിക്കുന്നത് അല്ലെ, പ്രോട്ടീൻസ് പെരിഫറിയിലും എക്സ്ട്രാ പെനട്രേറ്റ് ചെയ്തും കാണുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ 4 ഇപ്പോൾ തെറ്റാണ്. അപ്പർ ലെയർ ഇസ് നോൺ പോളാർ ആൻഡ് ഹൈഡ്രോഫിലിക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പർ ലെയർ ഇസ് നോൺ പോളാർ ആൻഡ് ഹൈഡ്രോഫിലിക്, വി കനോട്ട് സേ ദാറ്റ് ബിക്കോസ് ലിപ്പിഡിന്റെ കാര്യത്തിൽ മാത്രമേ പോളാർ നോൺ പോളാർ പറയാൻ പറ്റൂ. നെക്സ്റ്റ് ഇസ് പോളാർ ലെയർ ഇസ് ഹൈഡ്രോഫോബിക്, ദാറ്റ് ഇസ് ഓൾസോ റോങ്.
Then next is phospholipids form a bimolecular layer in the middle. That is the correct answer. ഇവിടെ ഫോസ്ഫോലിപ്പിഡ് ഒരു ബൈമോളിക്കുലർ ലെയർ ഉണ്ടാക്കുന്നുണ്ട്. ഡബിൾ ലെയർ ഓഫ് ലിപ്പിഡ്സ് ആണ് പ്ലാസ്മ മെംബ്രെയിനിൽ വന്നിരിക്കുന്നത്. അതാണ് മിഡിൽ റീജിയനിൽ വരുന്നത്. അതിലേക്ക് 2 ടൈപ്പ് പ്രോട്ടീൻസ് അസോസിയേറ്റ് ചെയ്ത് കാണാം, ഇൻട്രിൻസിക് പ്രോട്ടീൻസും എക്സ്ട്രിൻസിക് പ്രോട്ടീൻസും. Question number 14. According to the widely accepted fluid mosaic model, cell membranes are semi-fluid where lipids and integral proteins can diffuse randomly. In recent years, this model has been modified in several respects. In this regard, which of the following statement is incorrect? ഇവിടെ ഫ്ലൂയിഡ് മൊസൈക് മോഡലുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ. ആക്ച്വലി ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആണെങ്കിലും വളരെ സിമ്പിൾ ആണ്. ഇതിലെ ഫ്ലൂയിഡ് മൊസൈക് മോഡലുമായിട്ട് ബന്ധപ്പെട്ട ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്കൊന്ന് നോക്കാം, ഓരോ ഓപ്ഷൻസ് ആയിട്ട് വായിക്കാം. പ്രോട്ടീൻസ് ക്യാൻ ഓൾസോ അണ്ടർഗോ ഫ്ലിപ്പ് ഫ്ലോപ്പ് മെത്തേഡ്സ് ഇൻ ബൈലിപ്പിഡ് ലെയർ. അതായത് പ്രോട്ടീൻസിന് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും, ഫ്ലിപ്പ് ചെയ്ത് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കോ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രോട്ടീൻ്റെ സ്ട്രക്ചർ റിജിഡ് അല്ല എന്നാണ് പറഞ്ഞത്. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. മെനി പ്രോട്ടീൻസ് റിമെയിൻ കംപ്ലീറ്റ്ലി എംബഡഡ് വിത്തിൻ ദ ലിപ്പിഡ് ബൈലെയർ. പ്രോട്ടീൻസ് കംപ്ലീറ്റ് ആയിട്ട് ലിപ്പിഡ് ബൈലെയറിൽ എംബഡഡ് ആണോ? അങ്ങനെ പറയാൻ പറ്റില്ല. എന്താണ് കാരണം? പ്രോട്ടീൻസ് ലിപ്പിഡ് ബൈലെയറിൽ എംബഡഡ് ആണ് അല്ലേ? ഇൻട്രിൻസിക് പ്രോട്ടീനും ഉണ്ട്, എക്സ്ട്രിൻസിക് പ്രോട്ടീൻസും ഉണ്ട്. ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി എംബഡഡ് ആണ്. എക്സ്ട്രിൻസിക് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ പെരിഫറിയിലൊക്കെ അറ്റാച്ച് ചെയ്ത രീതിയിലാണ് കാണുന്നത്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ മെനി പ്രോട്ടീൻസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, അതായത് ഓൾ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞിട്ടില്ല, മെനി പ്രോട്ടീൻസ്. അപ്പോൾ വി ക്യാൻ സേ ദാറ്റ് ദർ ഇസ് ഇൻട്രിൻസിക് പ്രോട്ടീൻ ആൻഡ് എക്സ്ട്രിൻസിക് പ്രോട്ടീൻ. സോ ഓപ്ഷൻ 2 സ്റ്റേറ്റ്മെന്റ് ഇസ് ഓൾസോ എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അടുത്തത്, പ്രോട്ടീൻസ് ഇൻ സെൽ മെംബ്രെയിൻ ക്യാൻ ട്രാവൽ വിത്തിൻ ലിപ്പിഡ് ബൈലെയർ. പ്രോട്ടീൻസ് ഇൻ ദ സെൽ മെംബ്രെയിൻ ക്യാൻ ട്രാവൽ വിത്തിൻ ദ ലിപ്പിഡ് ബൈലെയർ. ഇവിടെ പ്രോട്ടീൻസിന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിരിക്കുന്നു. പ്രോട്ടീൻസ് ക്യാൻ റിമെയിൻ കൺഫൈൻഡ് വിത്തിൻ സർട്ടൺ ഡൊമെയിൻസ് ഓഫ് ദ പ്ലാസ്മ. പ്ലാസ്മ മെംബ്രെയിൻ്റെ ചില ഭാഗങ്ങളിലുള്ള പ്രോട്ടീൻസ് അതിവിടെ അതിൻ്റെ പൊസിഷൻ കൺഫൈൻഡ് ആണ്. അത് ആക്ച്വലി ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിലെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ 1 മാത്രമാണ്. ദാറ്റ് ഈസ് ആൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ പ്രോട്ടീൻസ് കനോട്ട് അണ്ടർഗോ ഫ്ലിപ്പ് ഫ്ലോപ്പ് മെത്തേഡാണ്. അതിനിങ്ങനെ തോന്നുന്നത് പോലെ അതിൻ്റെ പൊസിഷൻ മാറ്റാൻ പറ്റില്ല. സോ കറക്റ്റ് ആൻസർ അല്ലെങ്കിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ് കേട്ടോ, ഓപ്ഷൻ 1 മാത്രം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 15. മാക്സിമം എൻസൈംസ് ആർ ഫൗണ്ട് ഇൻ ഡാഷ്. മാക്സിമം എൻസൈംസ് ആർ ഫൗണ്ട് ഇൻ ഡാഷ്. ലൈസോസം, മൈറ്റോകോൺട്രിയ, ന്യൂക്ലിയസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇതിൽ ഏറ്റവും കൂടുതൽ എൻസൈംസ് എവിടെയാണ് ഉള്ളത്? ഏറ്റവും കൂടുതൽ എൻസൈംസ്, കാരണം ഏറ്റവും കൂടുതൽ മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടക്കുന്നത് ഏത് സെൽ ഓർഗനലാണ് എന്ന് ഓർത്താൽ ഇതിൻ്റെ ഉത്തരം കിട്ടും. ഇതൊക്കെയാണ് ക്രെബ്സ് സൈക്കിള്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ, ATP സിന്തസിസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇതിൽ ആരിലാണ്? മൈറ്റോകോൺട്രിയയിലാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം എൻസൈംസും ഉള്ളത് മൈറ്റോകോൺട്രിയയിലാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 16. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ ഡാഷ്. എന്താ ഈ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എല്ലാവർക്കും അറിയാം അല്ലെ? നമ്മളുടെ ന്യൂക്ലിയസിനോട് അസോസിയേറ്റ് ചെയ്ത് ഒരു മെംബ്രെയിൻ്റെ ലാബ്രിന്തിനെയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓഫ് 2 ടൈപ്പ്, റഫും സ്മൂത്തും. അതായത് അതിന്റെ ഔട്ടർ സർഫസിൽ റൈബോസോംസ് അറ്റാച്ച്ഡ് ആണെങ്കിൽ ദ സർഫസ് വിൽ ബി റഫ്. സച്ച് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇസ് കോൾഡ് ആസ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇനി ചില എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ പുറത്ത് ഇറ്റ് ഇസ് ഡിവോയ്ഡ്, ഇറ്റ് ഇസ് ഫ്രീ ഫ്രം റൈബോസോം, അപ്പൊ നല്ല സ്മൂത്ത് സർഫസ് ആയിരിക്കും അല്ലെ? സച്ച് വൺസ് ആർ കോൾഡ് ആസ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അപ്പൊ ഇതില് പ്രോട്ടീൻ സിന്തസിസിന്റെ മെയിൻ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത് ആരാണ്? ഇറ്റ് ഇസ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. Question number 17. Mitochondrial DNA is dash. മൈറ്റോകോൺട്രിയയുടെ ഒരു പ്രത്യേകതയാണ്, അതൊരു സെമി ഓട്ടോണോമസ് സെൽ ഓർഗനലാണ്. അതിനകത്ത് ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട് അല്ലെ? അതിനകത്തുള്ള ജനറ്റിക് മെറ്റീരിയൽ DNA ആണ്, ഡബിൾ സ്ട്രാൻഡഡ് ആണ്, സർക്കുലർ ആണ്. അപ്പൊ മൈറ്റോകോൺട്രിയൽ DNA എങ്ങനെയാണ്? അത് നേക്കഡ് ആണ്. നേക്കഡ് മീൻസ് അതിന്റെ പുറമെ മറ്റേ കോട്ടിംഗ് ഒന്നുമില്ല. ഇറ്റ് ഇസ് നേക്കഡ്, ഇറ്റ് ഇസ് മൈറ്റോകോൺട്രിയൽ,
Then it is circular in nature and it is double stranded. അത് ഓപ്ഷൻ 2 വന്നിരിക്കുന്നത് ഡബിൾ സർക്കുലർ എന്നാണ് കേട്ടോ. അപ്പൊ മൈറ്റോകോൺഡ്രിയൽ DNA is naked, circular, double stranded. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് all the above. ഓപ്ഷൻ 4 is the correct answer, all the above. അടുത്ത ക്വസ്റ്റ്യൻ, ഗോൾജി ബോഡി ഒറിജിനേറ്റ്സ് ഫ്രം ഡാഷ്. ഗോൾജി ബോഡി എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ഗോൾജി ബോഡി എല്ലാവർക്കും അറിയാം അല്ലേ? പാക്കിംഗ് ആൻഡ് സോർട്ടിങ്, പ്രോട്ടീൻ സിന്തസിസ് കഴിഞ്ഞ് അതിനെ പാക്ക് ചെയ്ത് ഒരു സ്ഥലത്തേക്ക് ഡയറക്റ്റ് ചെയ്ത് വിടുന്നതൊക്കെ ഗോൾജി ബോഡീസിന് വെസിക്കിൾസ് രൂപത്തിലാണ്. അപ്പൊ ഈ ഗോൾജി ബോഡി എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻസ് വായിക്കും. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺഡ്രിയ, ന്യൂക്ലിയസ്, പ്രോപ്ലാസ്റ്റിഡ്. ഇതിന്റെ ആൻസർ എന്താണ്? ഗോൾജി ബോഡി ഓൾവേസ് ഒറിജിനേറ്റ്സ് ഫ്രം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കാരണം അതിന്റെ രണ്ടിന്റെ സ്ട്രക്ചർ ഒരു ഏകദേശം ഒരു സെയിം ആയിട്ട് തോന്നില്ലേ? കുറെ ഫ്ലാറ്റ് മെംബ്രെയിൻ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഗോൾജി ബോഡി. അത് ഏകദേശം അതുപോലെ തന്നെയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇനി ഗോൾജി ബോഡിയുടെ സൈഡിൽ കുറച്ച് വെസിക്കിൾസും ട്യൂബ്യൂൾസും ഒക്കെ കാണാം അല്ലെ? അപ്പോ ആൻസർ ഓപ്ഷൻ 1 ആണ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അടുത്തത്, which cell organelle synthesizes steroids? സ്റ്റീറോയിഡിനെ സിന്തസൈസ് ചെയ്യുന്ന സെൽ ഓർഗനൽ ഇതിൽ ഏതാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി ബോഡി, പെറോക്സിസോംസ്, ലൈസോസോംസ്. ഇതിൽ സ്റ്റീറോയിഡ് സിന്തസിസ് നടക്കുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ്. വിച്ച് സെൽ ഓർഗനൽ സിന്തസൈസസ് സ്റ്റീറോയിഡ്സ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ആൻസർ ഇസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അടുത്തത് question number 20. Which of the following provides mechanical support and shape to the cell? ഇതിൽ ഏതാണ് മെക്കാനിക്കൽ സപ്പോർട്ടും ഷേപ്പും ഒക്കെ സെല്ലിന് കൊടുക്കുന്നത്? മലയാളത്തിൽ കോശാസ്ഥികൂടം എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. നമുക്ക് അതിന് ആൻസർ ഓപ്ഷൻസ് വായിക്കാം. ഗോൾജി കോംപ്ലക്സ്, സെൻട്രിയോൾസ്, ലോമസോംസ്, ER. ഷേപ്പ് ഓഫ് ദ സെല്ല് കൊടുക്കുന്നത് നമ്മുടെ ബോഡിക്ക്, നമ്മുടെ ഹ്യൂമൻ ബോഡിയൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിക്ക് സപ്പോർട്ടും ഷേപ്പും കൊടുക്കുന്നത് നമ്മുടെ സെല്ലിന്റെ സ്കെൽറ്റൻ ആണ് അല്ലെ? നമ്മുടെ ബോഡിയുടെ സ്കെൽറ്റൻ ആണ്. അതുപോലെ ഒരു സെല്ലിന്റെ സ്കെൽറ്റൻ അല്ലെങ്കിൽ സൈറ്റോസ്കെൽറ്റൻ, എൻഡോസ്കെൽറ്റൻ ഓഫ് ദ സെൽ എന്നൊക്കെ അറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ക്വസ്റ്റ്യൻ നമ്പർ 21. പവർ ഹൗസ് ഓഫ് ദ സെൽ. എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ് അല്ലെ? പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത് ആരാണ്? മൈറ്റോകോൺഡ്രിയ. എന്താ കാരണം അതിനെ മൈറ്റോകോൺഡ്രിയൻ പവർ ഹൗസ് എന്ന് വിളിക്കാനുള്ള കാരണം? ATP സിന്തസിസ് നടക്കുന്നത് മൈറ്റോകോൺഡ്രിയയുടെ അകത്താണ്. ATP സിന്തസിസ് നടക്കുന്നത് മൈറ്റോകോൺഡ്രിയയുടെ ഇന്നർ മെംബ്രെയിനിനകത്താണ് നടക്കുന്നത്. ആ സൈക്കിളിന്റെ പേരാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ അല്ലെങ്കിൽ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ. സോ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ നടക്കുന്നത് മൈറ്റോകോൺഡ്രിയയുടെ ഇന്നർ മെംബ്രെയിനിലാണ്. അതിൽ 5 പ്രോട്ടീൻ കോംപ്ലക്സുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ 5ാമത്തെ കോംപ്ലക്സിന്റെ പേരാണ് ATP സിന്തേസ് enzyme. ATP synthase enzymeലാണ് ATP production നടക്കുന്നത്. Therefore, the powerhouse of the cell is mitochondria. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 22. ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് ആർ അബണ്ടന്റ്ലി ഫൗണ്ട് ഇൻ വിച്ച് സെൽ ഓർഗനൽ? ഏത് സെൽ ഓർഗനലാണ് ഹൈഡ്രോലൈറ്റിക് എൻസൈംസ്, അതായത് കട്ടിംഗ് ക്ലീവിംഗ് എൻസൈംസ് കാണുന്നത് എവിടെയാണ്? റൈബോസോം, ലൈസോസോം, ഓക്സിസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇവിടെ എവിടെയാണ് ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് കാണുന്നത്? ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് കാണുന്നത് ലൈസോസോമിന്റെ അകത്താണ്. അതായത് കൊണ്ടാണ് സെല്ലുകള് വെയർ ഔട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഡാമേജ്ഡ് ഒക്കെ ആകുന്ന സമയത്ത്, സെൽ ഡെത്തിന്റെ ഒക്കെ സമയത്ത്, ദിസ് ലൈസോസോം വിൽ ബ്രേക്ക് ആൻഡ് ഇറ്റ് വിൽ ഡിസ്ട്രോയ് ദ സെൽ. Therefore, lysosomes are called as സൂയിസൈഡൽ ബാഗ് ഓഫ് ദ സെൽ. ഒരു കോശത്തിലെ ആത്മഹത്യാ സഞ്ചി, സൂയിസൈഡൽ ബാഗ് എന്ന് വിളിക്കുന്ന സെൽ ഓർഗനലാണ് ലൈസോസോം. എന്താ കാരണം? ലൈസോസോം ഒരു സെല്ല് ഡെത്തിന്റെ സമയത്ത് ഒരു സെല്ലിന് ഡാമേജ് വന്നു, ബിയോണ്ട് റിക്കവറി ഡാമേജ് വരുമ്പോ ഒക്കെ ആ സെല്ലിന്റെ അകത്തുള്ള ലൈസോസോം സ്വയം പൊട്ടിത്തെറിച്ച് അതിനകത്തുള്ള ഹൈഡ്രോലൈറ്റിക് എൻസൈംസിനെ സൈറ്റോപ്ലാസത്തിൽ ആകെ സ്പ്രെഡ് ചെയ്ത് ദ സെൽ വിൽ ഡീജനറേറ്റ്. അതിനെയാണ് ഓട്ടോഫാജി എന്ന് പറയുന്നത്. ചില സമയത്ത് സ്റ്റാർവേഷൻ കണ്ടീഷൻ ഒക്കെ വരുമ്പോൾ, സെല്ലിന് സ്റ്റാർവേഷൻ ഒക്കെ വരുമ്പോൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഓട്ടോഫാജി. അപ്പോൾ അത് നടത്തുന്നത് ലൈസോസോമാണ്.
അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 23. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ഓഫ് സെൽ ഓർഗനൽസ് കണ്ടെയ്ൻ DNA? താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ സെൽ ഓർഗനലിന് സ്വന്തമായിട്ട് DNA ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സ്വയം ഓട്ടോണമസ് ആയിട്ടുള്ള സെൽ ഓർഗനൽസ് ഏതാണ്? മൈറ്റോകോൺട്രിയ, പെറോക്സിസോം, പ്ലാസ്മ മെംബ്രെയിൻ, റൈബോസോം, മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ്, ഡിക്റ്റിയോസോംസ്. ഇതിന്റെ ആൻസർ എന്താണ്? ഇതിൽ രണ്ട് സെൽ ഓർഗനൽസിന് മാത്രമാണ് സ്വന്തമായിട്ട് DNA ഉള്ളത്. അത് ഏതൊക്കെയാണ്? മൈറ്റോകോൺട്രിയ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ്. ആൻസർ മൈറ്റോകോൺട്രിയ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ് ആണ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയുടെ പേരെന്താണ്? എൻഡോസിംബയോട്ടിക് തിയറി. ആൻഡ് ദ തിയറി ഈസ് കോൾഡ് ആസ് എൻഡോസിംബയോട്ടിക് തിയറി. എവല്യൂഷനിൽ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. എന്താ ഈ എൻഡോസിംബയോട്ടിക് തിയറി എന്ന് പറഞ്ഞാൽ? സിംബയോസിസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? നമ്മൾ എക്കോളജിയിലൊക്കെ പഠിക്കില്ലേ, ആനിമൽ ഇന്ററാക്ഷനിൽ സിംബയോസിസ്. രണ്ട് ഡിഫറെന്റ് സ്പീഷീസ്, ദേ ആർ ലിവിങ് ടുഗെദർ, ദേ ആർ ബെനഫിറ്റിംഗ് ഈച്ച് അതർ. ആ ഒരു അസോസിയേഷൻ കൊണ്ട് ബോത്ത് ദ പാർട്ട്നേഴ്സ് ആർ ബെനഫിറ്റഡ്. ഇവിടെ എൻഡോസിംബയോസിസ് എന്ന് പറയുമ്പോൾ ആ തിയറിയിൽ പറയുന്നത് ഇതാണ്: this mitochondria was actually a descendant of the primitive bacteria. Primitive bacteria, proto-bacteria ഒക്കെ ഒരു ഗ്രൂപ്പിൽ പെട്ടവരായിരുന്നു മൈറ്റോകോൺട്രിയയുടെ ആൻസിസ്റ്റേഴ്സ്. And this primitive mitochondria, some way it got phagocytosed into the cell. ഒരു നോർമൽ സെല്ലിന്റെ ഉള്ളിലേക്ക് എങ്ങനെയോ ഈ മൈറ്റോകോൺട്രിയ ഫാഗോസൈറ്റോസിസ് വഴി അകത്തെത്തി. ബട്ട് ഇറ്റ് survived the phagocytosis. അതായത് ഡൈജഷൻ നടന്നില്ല. ഇറ്റ് കുഡ് സർവൈവ് ഇൻസൈഡ് ദ സെൽ. ആൻഡ് ദിസ് പ്രസൻസ് ഓഫ് ദിസ് മൈറ്റോകോൺട്രിയ ഫേവേർഡ് ദ ഹോസ്റ്റ് ടു സർവൈവ് ഇൻ ഡിഫറെന്റ് എൻവയോൺമെന്റൽ കണ്ടീഷൻ. ആ മൈറ്റോകോൺട്രിയയുടെ പ്രസൻസ് ആ ഹോസ്റ്റിന് പല ബെനിഫിറ്റ്സ് ഉണ്ടാക്കി. ആൻഡ് ദിസ് അസോസിയേഷൻ വാസ് ഫേവേർഡ് ബൈ ദ നേച്ചർ. അങ്ങനെ അത് പിന്നീട് ആ ഒരു റിലേഷൻഷിപ്പ് ക്യാരി ഓൺ ചെയ്ത് അപ്പോൾ ഇപ്പം നമ്മളുടെ എല്ലാ സെല്ലിൻ്റെ അകത്തും മൈറ്റോകോൺട്രിയ ഉണ്ട്. മൈറ്റോകോൺട്രിയയ്ക്ക് സ്വന്തമായിട്ട് DNA ഉണ്ട്. കാരണം മൈറ്റോകോൺട്രിയ ഒരു ഇൻഡിപെൻഡന്റ് ഓർഗാനിസം ആയിരുന്നു. ബാക്ടീരിയ ഒക്കെ പോലെ പ്രോകാരിയോട്ടിക് DNA പോലെ തന്നെയാണ് മൈറ്റോകോൺട്രിയയുടെ DNA ഇരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 24. സെമി ഓട്ടോണമസ് സെൽ ഓർഗനൽസ് ഡാഷ്. താഴെ തന്നിരിക്കുന്നതിൽ സെമി ഓട്ടോണമസ്, സ്വയം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് ആരാണ്? സ്വയം കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ സ്വന്തമായിട്ട് DNA വേണം, പ്രോട്ടീൻ സിന്തസിസ് മെഷീനറി വേണം, അല്ലെ? റൈബോസോംസും DNA വേണം. ഈ തന്നിരിക്കുന്ന സെൽ ഓർഗനലിൽ ഒരാൾക്ക് റൈബോസോമും ഉണ്ട്, DNAയും ഉണ്ട്. അതാരാണെന്ന് നോക്കൂ. മൈറ്റോകോൺട്രിയ, റൈബോസോം, പ്ലാസ്മ മെംബ്രെയിൻ, പെറോക്സിസോം. ഇതിൽ സെമി ഓട്ടോണമസ് സെൽ ഓർഗനൽ എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയാണ്. ആരാണ്? മൈറ്റോകോൺട്രിയ. കാരണം അതിന് നേക്കഡ് സർക്കുലർ ഡബിൾ സ്ട്രാൻഡ് DNA ഉണ്ട്. അതുകൂടാതെ മൈറ്റോകോൺട്രിയയുടെ അകത്ത് റൈബോസോംസും ഉണ്ട്. പ്രോകാരിയോട്ടിക് റൈബോസോമിന്റെ പോലെ തന്നെ 70S റൈബോസോംസ് ആണ് മൈറ്റോകോൺട്രിയയിൽ കാണുന്നത്. അതുകൊണ്ട് അതിനെ സെമി ഓട്ടോണമസ് സെൽ ഓർഗനൽ എന്ന് നമുക്ക് വിളിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 25. വിച്ച് സെൽ ഓർഗനൽസ് റിലീസ് ഓക്സിജൻ? താഴെ തന്നിരിക്കുന്നതിൽ ഏത് സെൽ ഓർഗനലാണ് ഓക്സിജൻ റിലീസ് ചെയ്യുന്നത്? ഓക്സിജൻ റിലീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അവിടെ ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ടെന്നാണ്, അല്ലെ? ഈ തന്നിരിക്കുന്നതിൽ ഏത് സെൽ ഓർഗനലാണ് ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റുന്നത്? മൈറ്റോകോൺട്രിയ, ഗോൾജി ബോഡി, ക്ലോറോപ്ലാസ്റ്റ്, റൈബോസോം. ഫോട്ടോസിന്തസിസ് എന്ന് പറയുമ്പോൾ അവിടെ ക്ലോറോഫിൽ ഇൻവോൾവ് ആണ്. ഫോട്ടോസിന്തസിസിന്റെ റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നത് ക്ലോറോപ്ലാസ്റ്റ് എന്ന സെൽ ഓർഗനലിലാണ്. അതുകൊണ്ട് സെൽ ഓർഗനൽ വിച്ച് റിലീസസ് ഓക്സിജൻ ഇസ് ക്ലോറോപ്ലാസ്റ്റ്. Question number 26. Chemical modification of substances like glycosylation of protein and lipid occur in dash. ഇവിടെ ഒരു സബ്സ്റ്റൻസിന്റെ കെമിക്കൽ മോഡിഫിക്കേഷൻ നടക്കുന്നത് എപ്പോഴാണ്? അതായത് ഒരു പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത് നമുക്കറിയാം റൈബോസോമിന്റെ അകത്താണ്. അങ്ങനെ ഉണ്ടായ പ്രോട്ടീനിലേക്ക് കാർബോഹൈഡ്രേറ്റ്സ് യൂണിറ്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ച് ഗ്ലൈക്കോപ്രോട്ടീൻ ഒക്കെ ഉണ്ടാക്കില്ലേ? അതിനാണ് ഗ്ലൈക്കോസിലേഷൻ ഓഫ് ദ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഗ്ലൈക്കോസിലേഷൻ ഓഫ് ദ പ്രോട്ടീൻ, അതായത് ആ ഉണ്ടായ നേവ് പ്രോട്ടീൻ, ആ ന്യൂബോൺ പ്രോട്ടീനിന് മോഡിഫിക്കേഷൻസ് വരുത്തുന്ന, കെമിക്കൽ മോഡിഫിക്കേഷൻസ് വരുത്തുന്നത് ഏത് സെൽ ഓർഗനലിന്റെ ഉള്ളിലാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി ബോഡി, ലൈസോസോം, റൈബോസോം. കെമിക്കൽ മോഡിഫിക്കേഷൻ ഒന്നും റൈബോസോമിൽ നടക്കുന്നില്ല. റൈബോസോമിൽ ഉള്ളി സിന്തസിസ് മാത്രമാണ് നടക്കുന്നത്. ലൈസോസോമിൽ ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് ആണുള്ളത്.
എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ജോലി എന്ന് പറയുന്നത് ട്രാഫിക് പോലീസിനെ പോലെയാണ്. ഗോൾജി ബോഡിയിലാണ് കെമിക്കൽ മോഡിഫിക്കേഷൻ നടക്കുന്നത്. സോ ദ ഓപ്ഷൻ 2 കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 2 ഗോൾജി ബോഡി. Question number 27. Smooth endoplasmic reticulum is generally made up of dash. Smooth endoplasmic reticulum എന്ന് പറഞ്ഞാൽ എന്താ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഔട്ടർ സർഫസിൽ റൈബോസോംസ് ഇല്ലാതെ സ്മൂത്ത് മെംബ്രെയിൻ ഉള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെയാണ് സ്മൂത്ത് ER എന്ന് വിളിക്കുന്നത്. SER എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള SERൽ എന്തൊക്കെയാണ് ഉള്ളത്? ഈ ഓപ്ഷൻസ് വായിക്കാം. സിസ്റ്റേർണെ, ട്യൂബ്യൂൾസ്, വെസിക്കിൾസ്, ഓൾ ഓഫ് ദീസ്. ഇതിലെ ആദ്യത്തെ 3 ഓപ്ഷൻസ് ശ്രദ്ധിക്കും. സിസ്റ്റേർണെ, ട്യൂബ്യൂൾസ് ആൻഡ് വെസിക്കിൾസ്. ദേ ആർ ദ 3 ഫോംസ് ഓഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം 3 രൂപത്തിൽ കാണാം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ അതിൽ ഫ്ലാറ്റ് മെംബ്രെയിൻ സാക്ക് പോലത്തെ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതാണ് സിസ്റ്റേർണെ എന്നറിയപ്പെടുന്നത്. ഇതുകൂടാതെ ട്യൂബുലാർ സ്ട്രക്ചേഴ്സിനെയാണ് ട്യൂബ്യൂൾസ് എന്ന് വിളിക്കുന്നത്. ഇനി വെസിക്കിൾ ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ദേ ആർ കോൾഡ് ആസ് വെസിക്കിൾസ്. അപ്പോൾ ഒരു സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എടുത്ത് നോക്കുമ്പോൾ ഇതിലെ 3 സ്ട്രക്ചേഴ്സും കാണാം. സിസ്റ്റേർണെ, ട്യൂബ്യൂൾസ്, വെസിക്കിൾസ് എല്ലാം കാണാം. So the answer is all of the above. അടുത്തത് question number 28. Which of the following is known as system of membrane എന്ന് വിളിക്കുന്നു? ഒരു മെംബ്രെയിനിന്റെ സിസ്റ്റംസ്, ഒരു സിസ്റ്റം ഓഫ് മെംബ്രെയിൻ എന്ന് വിളിക്കാൻ പറ്റുന്ന എന്താണ്? അതായത് ഒരു മെംബ്രെയിനിന്റെ ഒരു ഗ്രൂപ്പ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്നത് ഇതിൽ ഏതാണ്? അതിന്റെ ആൻസർ ലൈസോസോം, ER, മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ്. ഇതിലെ മെംബ്രെയിനിന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ER ആണ്. ER മീൻസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അടുത്തത് question number 29. Oxisome of mitochondria are concerned with dash. അപ്പൊ എന്താണ് ഈ ഓക്സിസോംസ്? മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിൻ എടുക്കുമ്പോൾ ആ ഇന്നർ മെംബ്രെയിനിലെ ക്രിസ്റ്റേ എന്ന് പറഞ്ഞ ഇൻഫോൾഡിങ്സ് ഉണ്ട്. ഈ ക്രിസ്റ്റേ സൂക്ഷിച്ചു നോക്കിയാൽ ക്രിസ്റ്റയുടെ ഇന്നർ ഫേസിൽ, അതായത് മാട്രിക്സ് ഫേസിലായിട്ട് ചില ഒരു ബട്ടൺ ലൈക്ക് സ്ട്രക്ചേഴ്സ്, ഒരു മുത്ത് ബീഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആർ എംബെഡഡ്. അത് സ്റ്റഡഡ് ആണ്. ക്രിസ്റ്റയുടെ മാട്രിക്സിലേക്കുള്ള ഫേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എം ഫേസ് നോക്കുമ്പോൾ അവിടെ they are studded with certain structures and these structures are called as F1 particles or oxisomes. And oxidative phosphorylation takes place in oxisome. അപ്പോൾ ഓക്സിസോം എന്ന് പറയുന്നത് ടെന്നീസ് റാക്കറ്റിന്റെ ആകൃതിയിലുള്ള സ്ട്രക്ചർ ആണ്. അതിനൊരു ഹെഡ് റീജിയൻ ഉണ്ട്, ഒരു സ്റ്റോക്ക് റീജിയൻ ഉണ്ട്, ഒരു ബേസ് റീജിയൻ ഉണ്ട്. ബേസ് റീജിയൻ ഇസ് പാർട്ട് ഓഫ് ദ ഇന്നർ മെംബ്രെയിൻ. ഇനി ഹെഡ് റീജിയനും ഒക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ഓക്സിസോം എന്ന് പറയുന്ന ഭാഗത്തുള്ളത് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ ആണ്. അടുത്ത question number 30. Ribofourin occur on the surface of dash. Ribofourin എന്ന സബ്സ്റ്റൻസ്, കെമിക്കൽ സബ്സ്റ്റൻസ് കാണുന്നത് എവിടെയാണ്? Ribofourin occur on the surface of rough endoplasmic reticulum. Rough endoplasmic reticulumത്തിന്റെ ഔട്ടർ സർഫസിലാണ് റൈബോഫോറിൻ കാണുന്നത്. ഇനി question number 31. At which pH lysosomal enzymes remain active? ലൈസോസോമിന്റെ അകത്ത് ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് ആണെന്ന് പറഞ്ഞു. പല എൻസൈംസിനും ആക്ഷൻ നടക്കണമെങ്കിൽ അതിന്റെ ഓപ്റ്റിമം pH വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ ലൈസോസോമൽ എൻസൈംസിന്റെ ഓപ്റ്റിമം pH വാല്യൂ എന്ന് പറയുന്നത് pH 5 ആണ്. pH 5 അസിഡിക് ആണോ ബേസിക് ആണോ? pH 5 അസിഡിക് ആണ് അല്ലെ. അപ്പൊ അസിഡിക് pHലായ pH 5ലാണ് ലൈസോസോംസ് എൻസൈം റിമെയിൻ ആക്റ്റീവ്. Question number 32. The cell organelles having abundance of oxidizing enzymes is dash. Cell organelles having abundance of oxidizing enzyme. ഇതിൽ ഏത് സെൽ ഓർഗനലിലാണ് ഓക്സിഡൈസിങ് എൻസൈംസ് ഉള്ളത്? ഗോൾജി ബോഡി, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സെൻട്രിയോൾ, മൈറ്റോകോൺട്രിയ. കറക്റ്റ് ആൻസർ ഇസ് മൈറ്റോകോൺട്രിയ. ഏത് സെൽ ഓർഗനലിലാണ് ഓക്സിഡൈസിങ് എൻസൈംസ് ഉള്ളത്? മൈറ്റോകോൺട്രിയ. ഓക്സിഡൈസിങ് അല്ലെ, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ ഒക്കെ നടക്കുന്നത് ഏത് സെൽ ഓർഗനലിലാണ്? മൈറ്റോകോൺട്രിയയിൽ. അതുകൊണ്ട് അതിൻ്റെ അകത്ത് തന്നെയാണ് ഓക്സിഡൈസിങ് എൻസൈംസ് ഉള്ളത്. Question number 33. The main function of Golgi complex is dash. Golgi complexന്റെ ജോലി എന്താണ്? Golgi complex is involved in fermentation, phosphorylation, respiration, packaging of materials for secretion.
ഗോൾജി കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ അവിടേക്ക് വരുന്ന പ്രോട്ടീൻസിനെ അവർ കെമിക്കലി മോഡിഫൈ ചെയ്യും, എന്നിട്ട് അതിനെ ചെറിയ ചെറിയ പാക്കേജസ് അല്ലെങ്കിൽ വെസിക്കിൾസ് രൂപത്തിലേക്ക് ആക്കും. അപ്പോൾ ഗോൾജി കോംപ്ലക്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പാക്കേജിംഗ് ഓഫ് മെറ്റീരിയൽസ് ഫോർ സെക്രീഷൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 34. ന്യൂക്ലിയർ മെംബ്രെയിൻ ഒറിജിനേറ്റ് ഫ്രം ഡാഷ്. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? അത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്നാണ്. അടുത്തത്, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇസ് വെൽ ഡെവലപ്ഡ് ഇൻ സെൽസ് എൻഗേജ്ഡ് ഇൻ ദ സിന്തസിസ് ഓഫ് ഡാഷ്. ഏത് സിന്തസിസിൽ ഇൻവോൾവ് ആയിട്ടുള്ള സെല്ലുകളിലാണ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ളത്? സ്റ്റിറോയിഡ് സിന്തസിസ്, ഫാറ്റ് സിന്തസിസ്, വൈറ്റമിൻ സിന്തസിസ്, പ്രോട്ടീൻ സിന്തസിസ്. അപ്പോൾ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഒക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസിസ് ആണ്. അപ്പോൾ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇസ് വെൽ ഡെവലപ്ഡ് ഇൻ സെൽസ് വിച്ച് ആർ എൻഗേജ്ഡ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. ക്വസ്റ്റ്യൻ നമ്പർ 36. എയറോബിക് റെസ്പിറേഷൻ ഇസ് പെർഫോംഡ് ബൈ ഡാഷ്. എയറോബിക് റെസ്പിറേഷൻ നടക്കുന്നത് ഏത് സെൽ ഓർഗനലിലാണ്? മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ്, റൈബോസോം, ഗോൾജി ബോഡി. Aerobic respiration is performed by mitochondria. GERL is concerned with the biogenesis of dash. GERL is concerned with the biogenesis of lysosomes. EERL is concerned with the biogenesis of lysosomes. Answer is lysosome, option 4. ഗ്രൗണ്ട് സബ്സ്റ്റൻസ് പ്രസന്റ് ഇൻസൈഡ് ദ മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയയുടെ ഏറ്റവും ഉള്ളിൽ കാണുന്ന ഗ്രൗണ്ട് സബ്സ്റ്റൻസിനെ എന്താണ് വിളിക്കുന്നത്? ദ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ഇസ് കോൾഡ് ആസ് മാട്രിക്സ്. മൈറ്റോകോൺട്രിയൽ മാട്രിക്സ് എന്ന് പറയും അല്ലെ. മൈറ്റോകോൺട്രിയയുടെ അതിന്റെ ഒരു രീതി ഓർക്കുന്നുണ്ടോ? ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഇന്നർ മെംബ്രെയിൻ ഉണ്ട്. ഈ രണ്ട് മെംബ്രെയിന്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്, ഇന്റർ മെംബ്രെയിൻ സ്പേസ് അല്ലെങ്കിൽ ഔട്ടർ ചേംബർ എന്നാണ് വിളിക്കുന്നത്. ഇന്നർ മെംബ്രെയിൻ എടുക്കുമ്പോൾ അവിടെ കുറെ ഇൻഫോൾഡിങ്സ് ഉണ്ട്. ആ ഇൻഫോൾഡിങ്സിനെ ക്രിസ്റ്റേ എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ക്രിസ്റ്റയ്ക്ക് രണ്ട് സർഫസ് ഉണ്ട്. ഒരു സൈറ്റോസോളിനെ ഫേസ് ചെയ്യുന്ന സി ഫേസും മാട്രിക്സിനെ ഫേസ് ചെയ്യുന്ന എം ഫേസും ഉണ്ട്. ഇതിൽ എം ഫേസ് എടുത്ത് നോക്കുമ്പോൾ അതിൽ ധാരാളം മുത്തുകൾ പതിപ്പിച്ച പോലത്തെ ഒരു സ്ട്രക്ചർ കാണാം. അതാണ് F1 പാർട്ടിക്കിൾ അല്ലെങ്കിൽ F0 പാർട്ടിക്കിൾ. ഓക്സിസോംസ് എന്നറിയപ്പെടുന്നു. ഫെർണാണ്ടസ് മൊറോൺ പാർട്ടിക്കിൾ എന്നറിയപ്പെടുന്നു. ഈ ഫെർണാണ്ടസ് മൊറോൺ പാർട്ടിക്കിളാണ് ഓക്സിസോംസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഗ്രൗണ്ട് സബ്സ്റ്റൻസ് പ്രസന്റ് ഇൻസൈഡ് ദ മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയയുടെ ഏറ്റവും ഉള്ളിലുള്ള ഗ്രൗണ്ട് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് മാട്രിക്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 39. വിച്ച് സെൽ ഓർഗനൽസ് ടേക്ക് പാർട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ലൈസോസോംസ്. ലൈസോസോമിന്റെ ഫോർമേഷനിൽ സഹായിക്കുന്ന സെൽ ഓർഗനൽസ് ഏതാണ്? ലൈസോസോംസ് നമ്മൾ ഓൾറെഡി വേറൊരു പേര് പഠിച്ചു അല്ലെ, സൂയിസൈഡൽ ബാഗ് എന്ന് പഠിച്ചു. അപ്പൊ ഏത് സെൽ ഓർഗനാണ് ലൈസോസോമിന്റെ ഫോർമേഷന് സഹായിക്കുന്നത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി ബോഡി, ബോത്ത് 1 and 2, ദെൻ മൈറ്റോകോൺട്രിയ. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ലൈസോസോം എന്ന് പറയുമ്പോൾ അതൊരു വെസിക്കിൾ ആണ്. ആ വെസിക്കിളിന്റെ അകത്ത് കുറച്ച് പ്രോട്ടിയോലൈറ്റിക് എൻസൈംസ് ഉണ്ട് അല്ലെ, ചില ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് ഉണ്ട്, പ്രോട്ടീൻ നേച്ചർ ആണ്. അപ്പൊ പ്രോട്ടീൻ സിന്തസിസും ആ പ്രോട്ടീൻ സിന്തസിസിന്റെ പാക്കേജിങ്ങും വെസിക്കിൾ ഫോർമേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സെൽ ഓർഗനൽ ഇതിൽ ഏതാണ്? ഓപ്ഷൻ 1 and 2 ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 3, ബോത്ത് 1 and 2. ക്വസ്റ്റ്യൻ നമ്പർ 40. 3 മോർഫോളജിക്കൽ ഫോംസ് ഓഫ് ഗോൾജി കോംപ്ലക്സ്. ഗോൾജി കോംപ്ലക്സ് 3 രൂപത്തിൽ കാണുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. സിസ്റ്റേണെ, ഫ്ലാറ്റ് മെംബ്രെയിൻ ലൈക്ക് സ്ട്രക്ചർ സിസ്റ്റേണെ. ട്യൂബുലാർ സ്ട്രക്ചറിന് ട്യൂബ്യൂൾസ് എന്നാണ് പറയുന്നത്. വെസിക്കിൾ രൂപത്തിലെ സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ അതിനെ വെസിക്കിൾസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ 3 മോർഫോളജിക്കൽ ഫോംസ് ഓഫ് ഗോൾജി കോംപ്ലക്സ് ആർ സിസ്റ്റേണെ, ട്യൂബ്യൂൾസ് ആൻഡ് വെസിക്കിൾസ്. സിസ്റ്റേണെ, ട്യൂബ്യൂൾസ് ആൻഡ് വെസിക്കിൾസ്. Question number 41. During germination, which cell organelle converts fatty acid into soluble carbohydrates? ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ അടുത്ത് PSC നടത്തിയ ഒരു HSC എക്സാമിൽ പോലും ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരുപാട് ആളുകൾ തെറ്റിച്ച ഒരു ക്വസ്റ്റ്യനും കൂടെയായിരുന്നു. ഇവിടെ നോക്കുക, സീഡ് ജെർമിനേഷന്റെ സമയത്ത് നമുക്കറിയാം സീഡിനകത്ത് ധാരാളം ഫാറ്റി ആസിഡ്, ഫാറ്റ് സ്റ്റോറേജ് ഉണ്ട് അല്ലേ. അതുകൊണ്ടല്ലേ നമ്മൾ ഈ സീഡൊക്കെ പൊടിച്ച് എണ്ണയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ സീഡിന്റെ അകത്ത് ധാരാളം ഫാറ്റി ആസിഡ് സ്റ്റോറേജ് ഉണ്ട്. ഡ്യൂറിങ് സീഡ് ജെർമിനേഷൻ
These fatty acids are converted into soluble carbohydrates. Fatty acids are converted into soluble carbohydrate. So which cell organelle will convert fatty acid into soluble carbohydrate? ഓപ്ഷൻ ഇതായിരുന്നു: പെറോക്സിസോം, ഗ്ലയോക്സിസോം, സ്പീറോസോംസ്, ലൈസോസോംസ്. ഇതിൽ എല്ലാവർക്കും സംശയം വന്നത് പെറോക്സിസോം ആണോ ഗ്ലയോക്സിസോം ആണോ എന്നാണ്. സീഡ് ജെർമിനേഷൻ എന്നും ഫാറ്റി ആസിഡ് കൺവേർഷൻ എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഫാറ്റി ആസിഡ് മെറ്റബോളിസം എന്നും കേൾക്കുമ്പോൾ അപ്പം തന്നെ മനസ്സിൽ സ്റ്റോർ ചെയ്യുക അത് ഗ്ലയോക്സിസോംസ് ആണ്. ഗ്ലയോക്സിസോംസ്. പെറോക്സിസോമിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഫോർമേഷനും ഡീകമ്പോസിഷനുമാണ് പെറോക്സിസോമിന്റെ ജോലി. ഗ്ലയോക്സിസോമിന്റെ ജോലി എന്ന് പറയുന്നത് ജെർമിനേറ്റിംഗ് സീഡ്സിലെ ഫാറ്റി ആസിഡ് ഡെപ്പോസിറ്റിനെ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫാറ്റി ആസിഡ് മെറ്റബോളിസം ആണ് ഗ്ലയോക്സിസോമിന്റെ ഫംഗ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 42. സെല്ലുലാർ ഫർണസസ് ഓഫ് ദ സെൽ. ഒരു സെല്ലിന്റെ അകത്തെ ഫർണസ് നമുക്കറിയാം അല്ലെ, ഈ ഇൻഡസ്ട്രിയിലൊക്കെ ഉള്ളൊരു പുകക്കുഴൽ പോലത്തെ ഫാക്ടറിയിലൊക്കെ ഉള്ള സാധനമാണ്. അപ്പോൾ ഒരു സെല്ലിന്റെ സെല്ലുലാർ ഫർണസ് എന്നറിയപ്പെടുന്നത്, അവിടെയാണ് ഒരുപാട് കമ്പഷനും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അങ്ങനെ അറിയപ്പെടുന്ന ഭാഗം ഏതാണ്? ക്ലോറോപ്ലാസ്റ്റ്, മൈറ്റോകോൺട്രിയ, റൈബോസോം, ന്യൂക്ലിയസ്. ഇതിൽ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് ആരാ? മൈറ്റോകോൺട്രിയ. കാരണം അതിന്റെ അകത്താണ് കട്ട് സൈക്കിൾ നടക്കുന്നത്, ATP സിന്തസിസ്, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ നടക്കുന്നത്, സെൽ സിഗ്നലിങ്ങിന്റെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഹീറ്റ് ജനറേഷൻ, തെർമിയോജെനിസിസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു സെല്ലിന്റെ അകത്തെ സെല്ലുലാർ ഫർണസ് എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 43. ക്രിസ്റ്റേ ആർ ഫൗണ്ട് ഇൻ ഡാഷ്. എന്താ ക്രിസ്റ്റേ എന്ന് ആദ്യം അറിയണം. മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിനിലെ ഇൻഫോൾഡിങ്സിനെയാണ് ക്രിസ്റ്റേ എന്ന് വിളിക്കുന്നത്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ക്രിസ്റ്റേ? ഇറ്റ് ഇൻക്രീസസ് ദ സർഫസ് ഏരിയ. മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിനിലാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷനും ATP സിന്തസിസും ഒക്കെ നടക്കുന്നത്. സോ ദിസ് ക്രിസ്റ്റേ വിൽ ഇൻക്രീസ് ദ സർഫസ് ഏരിയ. സോ ക്രിസ്റ്റേ ആർ ഫൗണ്ട് ഇൻ ദ ഇന്നർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺട്രിയ. Question number 44. A single unit membrane cell organelle is dash. A single unit membrane, അതായത് ഇവിടെ തന്നിരിക്കുന്ന സെൽ ഓർഗനൽസിന്റെ പേരുകൾ വായിക്കാം. റൈബോസോം, മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ്, ലയോസോസോംസ്. ഇതിൽ മൈറ്റോകോൺട്രിയക്ക് ഡബിൾ മെംബ്രെയിൻ ഉണ്ട്, ക്ലോറോപ്ലാസ്റ്റിന് ഡബിൾ മെംബ്രെയിൻ. ഇതിൽ ഒരാൾക്ക് മാത്രമാണ് സിംഗിൾ മെംബ്രെയിൻ ഈ ഒരുവായിട്ട് വരുന്നത്. എ സിംഗിൾ യൂണിറ്റ് മെംബ്രെയിൻ സെൽ ഓർഗനൽ എന്ന് പറയുന്നത് ഇതിൽ ലൈസോസോം മാത്രമാണ്. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. അതിൻ്റെ അകത്തൊരു മെംബ്രെയിനും അതിൻ്റെ അകത്ത് ധാരാളം ഹൈഡ്രോലൈറ്റിക് എൻസൈംസും ആണ് ഉള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 45. ഡബിൾ ലെയേർഡ് സെൽ ഓർഗനൽ ആർ ഡാഷ്. താഴെ തന്നിരിക്കുന്നത് ഡബിൾ ലെയേർഡ് സെൽ ഓർഗനൽ ഏതാന്ന് പറയണം. റൈബോസോം. റൈബോസോമിനെ കുറിച്ച് നമ്മൾ മെംബ്രെയിനെ കുറിച്ച് അധികം പറയാറില്ല, അതിന്റെ 2 സബ് യൂണിറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യാറ്. മൈറ്റോകോൺട്രിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡബിൾ ലെയേർഡ് സെൽ മെംബ്രെയിൻ ആണ്. ഒരു ഇന്നർ മെംബ്രെയിനും ഉണ്ട്, ഒരു ഔട്ടർ മെംബ്രെയിനും ഉണ്ട്. ലൈസോസോംസ് നമ്മൾ ഓൾറെഡി പഠിച്ചു, സിംഗിൾ യൂണിറ്റ് മെംബ്രെയിൻ സ്ട്രക്ചർ ആണ്. സെൻട്രിയോള്. സെൻട്രിയോൾ എന്ന് പറയുന്നത് അത് സെൻട്രോസോമിനകത്ത് കാണുന്ന ഒരു മൈക്രോട്യൂബിളിന്റെ ഒക്കെ ഒരു അസംബ്ലി ആണ് സെൻട്രിയോൾ എന്ന് പറയുന്നത്. ഇവിടെ ഡബിൾ ലെയേർഡ് സെൽ ഓർഗനൽ എന്ന് പറഞ്ഞ അതിന്റെ ഉത്തരം ഒന്നേ ഉള്ളൂ, അത് ഓപ്ഷൻ 2 മൈറ്റോകോൺട്രിയ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 46 നോക്കാം. ക്രിസ്റ്റേ ഇസ് ഫൗണ്ട് ഇൻ ഡാഷ്. ക്രിസ്റ്റേ എവിടെയാണ് കാണുന്നത്? ക്രിസ്റ്റേ എന്ന് പറയുന്നത് ഫ്ലാറ്റ് മെംബ്രെയിൻ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഓഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആൻഡ് ഗോൾജി ബോഡി. They are called as ക്രിസ്റ്റേ. രണ്ടിലും ഉണ്ട് ക്രിസ്റ്റേ കേട്ടോ. ക്രിസ്റ്റേ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം സ്ട്രക്ചർ ആണ്. ക്രിസ്റ്റേ എന്ന് പറയുന്നത് ഫ്ലാറ്റ് മെംബ്രെയിൻ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 47. The true statement about mitochondria is dash. True statement about mitochondria is dash. ഈ തന്നേക്കുന്നതിൽ മൈറ്റോകോൺട്രിയ ആയിട്ട് ബന്ധപ്പെട്ട ട്രൂ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ചേഞ്ച് ഇൻ ഷേപ്പ് ആൻഡ് സൈസ് change in shape and size and division of both occur. Okay, do not change shape but division occurs. Do not change shape and size and division not occurs. Change shape but division does not occur. മൈറ്റോകോൺട്രിയയുടെ ചേഞ്ച് വ്യത്യാസം എന്താണ്? മൈറ്റോകോൺട്രിയ will change in shape and size and division both occurs. ഇവിടെ ഡിവിഷനും എല്ലാം നടക്കുന്നുണ്ട്, ഷേപ്പും സൈസും ഒക്കെ മാറുന്നുണ്ട്, അതുപോലെ തന്നെ ഡിവിഷനും നടക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 48.
Which of the following is the site of lipid synthesis? ഇതിൽ ലിപ്പിഡ് സിന്തസിസ് നടക്കുന്ന എവിടെയാണ്? ലിപ്പിഡ് സിന്തസിസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണെന്ന് നമുക്കറിയാം. നമ്മുടെ ആകെയുള്ള സംശയം റഫ് ആണോ സ്മൂത്ത് ആണോ എന്ന് മാത്രമാണ്. ലിപ്പിഡ് സിന്തസിസ് നടക്കുന്നത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ സൈറ്റ് ഓഫ് ലിപ്പിഡ് സിന്തസിസ്? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. Question number 49. The main cell organelle involved in the modification and routing of newly synthesized proteins to their destination. ഏത് സെൽ ഓർഗനലാണ് പുതുതായിട്ടുണ്ടായിരിക്കുന്ന പ്രോട്ടീനുകളെ അതാത് ഡെസ്റ്റിനേഷനിൽ ഒരു ട്രാഫിക് പോലീസിനെ പോലെ കൊണ്ടാക്കുന്ന ആളാരാണ്? അങ്ങനെ കൊണ്ടാക്കുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. സോ ട്രാഫിക് പോലീസ് ഓഫ് ദ സെൽ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലെയാണ്. പാക്കേജിങ്ങും സോർട്ടിങ്ങും ഒക്കെ നടക്കുന്നത് ഗോൾജി കോംപ്ലക്സിന്റെ അകത്താണ്. അപ്പൊ അത് മാത്രമേ സംശയം വരുന്നുള്ളൂ. അപ്പൊ ന്യൂലി സിന്തസൈസ്ഡ് പ്രോട്ടീൻസിനെ അതാത് ഡെസ്റ്റിനേഷനിലേക്ക് റൂട്ട് ചെയ്ത് വിടുന്നതൊക്കെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 15. ക്ലോറോഫിൽ ഇൻ ക്ലോറോപ്ലാസ്റ്റ് ഇസ് ലൊക്കേറ്റഡ് ഇൻ ഡാഷ്. ക്ലോറോപ്ലാസ്റ്റിന്റെ അകത്തുള്ള ക്ലോറോഫിൽ എവിടെയാണ് കാണുന്നത്? ഗ്രാന, പൈറനോയിഡ്സ്, സ്ട്രോമ, both grana and stroma. Chlorophyll is present in the grana. Chlorophyll is present in the grana. Okay. അടുത്തത് detoxification of lipid soluble drugs and their harmful compounds in endoplasmic reticulum is carried out by dash. Detoxification എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടോക്സിനെ ന്യൂട്രലൈസ് ചെയ്യലാണ് detoxification. Detoxification of lipid soluble drugs and other harmful compounds in endoplasmic reticulum is carried out by cytochrome P450. അത് ചെയ്യുന്നത് cytochrome P450 ആണ്. Detoxification of lipid soluble drugs. അടുത്തത് question number 52. Ileoplasts are absent in dash. ഇലിയോപ്ലാസ്റ്റ് എന്ന് പ്ലാസ്റ്റിഡുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്ത് നിന്ന് വരുന്നതാണ്. ഇലിയോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റോറേജ്, ഫാറ്റിന്റെ ഒക്കെ സ്റ്റോറേജ് എന്നാണ്. ഫാറ്റ് അല്ല, കാർബോഹൈഡ്രേറ്റിന്റെ സ്റ്റോറേജ് ഒക്കെ ചെയ്യുന്ന സെൽ ഓർഗനലാണ് ഇലിയോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇലിയോപ്ലാസ്റ്റ് ആർ ആബ്സെന്റ് ഇൻ ഡാഷ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം പൊട്ടറ്റോയാണ്. ഇലിയോപ്ലാസ്റ്റ് ഇസ് ആബ്സെന്റ്. ഇലിയോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഫാറ്റ് ആണ് കേട്ടോ. ഫാറ്റ് സ്റ്റോറേജ് ആണ് ഇലിയോപ്ലാസ്റ്റിൽ നടക്കുന്നത്. അമൈലോപ്ലാസ്റ്റ് ആണ് കാർബോഹൈഡ്രേറ്റ് സ്റ്റോറേജ് വരുന്നത്. സോറി അബൌട്ട് ദാറ്റ്. അപ്പൊ ഇലിയോപ്ലാസ്റ്റ് ആബ്സെന്റ് ആയിട്ടുള്ളത് പൊട്ടറ്റോയിലാണ്. ബാക്കി എല്ലാവരിലും അമൈലോപ്ലാസ്റ്റ് പോലത്തെ സാധനങ്ങൾ വരും. അടുത്തത് ഇൻ ഹയർ പ്ലാന്റ്സ് ദ ക്ലോറോപ്ലാസ്റ്റ് ആർ ഡാഷ്. ഹയർ പ്ലാന്റ്സിലെ ക്ലോറോപ്ലാസ്റ്റ് എങ്ങനെയുള്ളതാണ്? ഡിസ്കോയിഡൽ ഓർ ഓവൽ, സ്പൈറൽ, കപ്പ് ഷേപ്ഡ്, റെറ്റിക്കുലേറ്റ്. ഹയർ പ്ലാന്റ്സിലെ ക്ലോറോപ്ലാസ്റ്റ് ഷേപ്പ് ഡിസ്കോയിഡൽ ഓർ ഓവൽ ആണ്. Question number 55. DNA is not found in dash. ന്യൂക്ലിയസിൽ DNA ഉണ്ട്, മൈറ്റോകോൺട്രിയയിൽ DNA ഉണ്ട്, ക്ലോറോപ്ലാസ്റ്റിൽ DNA ഉണ്ട്. അപ്പൊ DNA ഇല്ലാത്തത് ആർക്ക് മാത്രമാണ്? DNA is not present, അല്ലെങ്കിൽ DNA is absent in ribosome. Mitochondria and chloroplast are considered to be endosymbionts of cell because they, നമ്മൾ നേരത്തെ പറഞ്ഞു മൈറ്റോകോൺട്രിയയും ക്ലോറോപ്ലാസ്റ്റിനെയും കുറിച്ച് പറയുന്ന തിയറിയാണ് എൻഡോസിംബയോട്ടിക് തിയറി. എന്തുകൊണ്ടാണ് ഇവർ എൻഡോസിംബയോട്ട്സ് ആണെന്ന് പറയാനുള്ള കാരണം? ബിക്കോസ് ദേ പൊസസ് ദെയർ ഓൺ ന്യൂക്ലിക് ആസിഡ്. സ്വന്തമായിട്ട് ജനറ്റിക് മെറ്റീരിയലും പ്രോട്ടീൻ സിന്തസിസ് മെഷീനറിയും ഉണ്ട്. അതുകൊണ്ടാണ് മൈറ്റോകോൺട്രിയം ക്ലോറോപ്ലാസ്റ്റും ബാക്ടീരിയ പോലുള്ള ഒരു പ്രോകാരിയോട്ടിന്റെ ഒരു ആൻസിസ്റ്ററിൽ നിന്നുണ്ടായതാണ്, അത് ഒരു എങ്ങനെയോ സെല്ലിന്റെ അകത്ത് എത്തി അവിടെ സർവൈവ് ചെയ്തു എന്ന എൻഡോസിംബയോട്ടിക് തിയറി പറയാനുള്ള കാരണം ബിക്കോസ് ദേ പൊസസ് ദെയർ ഓൺ ന്യൂക്ലിക് ആസിഡ്. അടുത്തത് പെറോക്സിസോംസ് കണ്ടെയ്ൻ ഡാഷ്. പെറോക്സിസോംസിൽ എന്താണുള്ളത്? ഹൈഡ്രോലൈറ്റിക് എൻസൈംസ്, ട്രാൻസ്ഫറേസ് എൻസൈം, ഐസോമെറേസ് എൻസൈം, ഓക്സിഡൈസിങ് എൻസൈം. ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് ഉള്ളത് ലൈസോസോമിലാണ്. പെറോക്സിസോംസിലുള്ളത് ഓപ്ഷൻ 4 ആണ്, ഓക്സിഡൈസ് എൻസൈം. കാരണം ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഫോർമേഷനും ഡീകമ്പോസിഷനും നടക്കുന്നത് പെറോക്സിസോംസിലാണ്. സോ ഇറ്റ് കണ്ടെയ്ൻസ് ഹൈഡ്രോ ഓക്സിഡൈസിങ് എൻസൈം ഓർ ഓക്സിഡൈസ് എൻസൈം.